സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്ന് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഫോണാണ് A52S 5G മോഡൽ. അപ്പം ആ ഒരു ഫോണിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. നമ്മൾ അത് കൂടുതൽ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിടത്തോളമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ചെക്ക് ചെയ്തപ്പം അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. വലിയ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ സാംസങ് നമുക്കറിയാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബ്രാൻഡ് അറിഞ്ഞ് വാങ്ങുന്ന ഒരു മോഡലാണ് നമ്മുടെ സാംസങ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും എല്ലാവരും വാങ്ങുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു സമയമാണിപ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു A52S നമുക്കറിയാം, A സീരീസിലെ ഫോണുകളെ നമുക്ക് എല്ലാ ഫോണുകളും അറിയാം. അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി നല്ല പക്ക ആയതും അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റിയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീരീസ് അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു A സീരീസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു A52S 5G സപ്പോർട്ടായിട്ടുള്ളൊരു ഫോണാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും കുറച്ച് സ്പെസിഫിക്കേഷൻസൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലൊന്നും പറയാതെ തന്നെ നമ്മൾ ഈ ഒരു സാംസങ്ങിൻ്റെ കൂടുതൽ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു സാംസങ് A52S 5G ഫോണിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. 6.5 ഇഞ്ചസിൻ്റെ സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഡിസ്പ്ലേ മേക്കേഴ്സൊക്കെ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ വരുന്നതാണ് സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതുകൊണ്ടും ഡിസ്പ്ലേയുടെ കാര്യത്തിലൊന്നും നമ്മൾ വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെയുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സാംസങ് A52S വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കുന്നത് അവരാദ്യം അല്ലെങ്കിൽ അവരുടെ ഫോൺ എന്ന് പറയുന്നത് അത്ര ഗെയിമിങ്ങിനൊന്നും അത്ര പക്ക ഇതാവാത്ത മോഡലൊക്കെ ആയിരുന്നു അവൾ ഇറക്കൽ. പക്ഷേ ഈ ഒരു ഫോൺ എന്തുകൊണ്ടും ആ ഒരു 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും പെർഫോമൻസ് സൈഡിൽ തന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സർ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 778G എന്ന് പറയുന്ന ഒരു നല്ലൊരു ചിപ്സെറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റൊക്കെ ആണ്. അപ്പോൾ നമുക്ക് ഹീറ്റിംഗ് ലെസ് ആയിട്ട് അല്ലെങ്കിൽ ഹീറ്റൊക്കെ കുറച്ചിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ചിപ്സെറ്റാണ് ഈ ഒരു സംഭവം. അപ്പം നമ്മൾ ഈ ഒരു ഗെയിമിങ്ങിനായിട്ട് കുറച്ചുകൂടി നന്നാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 120 Hz റിഫ്രഷിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ 778G എന്ന് പറയുന്ന പ്രൊസസ്സർ ചിപ്സെറ്റും നല്ലൊരു സപ്പോർട്ടിംഗ് ആണ്. അപ്പം ഇത് നല്ലൊരു ഗെയിമിങ് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിലും കൂടുതലായിട്ട് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടാവും ഈ ഒരു സാംസങ് ഫോൺ. നമ്മൾ സാധാരണ ഒരു ഗെയിമിങ്ങിനായിട്ട് ഫീച്ചറായിട്ട് പ്രത്യേകിച്ചൊന്നും കാണാറില്ലായിരുന്നു. എന്നാലും ഈ ഒരു മോഡൽ അവരത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ 5G സപ്പോർട്ടിംഗ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ 5G സപ്പോർട്ടായ കുറച്ച് ഫോണുകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഈ ഒരു A52S 5G ആണ്. അപ്പോൾ 5G സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ് നമ്മൾ ഈ ഒരു A52S. നമുക്കിപ്പോൾ ഒരു ബോക്സിൽ നിന്ന് ഔട്ടായി കിട്ടുക ഏകദേശം എനിക്ക് തോന്നുന്നു Android 11 ആ ഒരു ഇതിലായിരിക്കും നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് കിട്ടുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഈ ഒരു വേരിയൻസിലേക്ക് നോക്കുകയാണെങ്കിൽ വേരിയൻസ് നമുക്ക് 6GB 128GB അതുപോലെ തന്നെ 6GB റാമും 128GB സ്റ്റോറേജ് ഇൻറ്റേർണൽ സ്റ്റോറേജും അതുപോലെ തന്നെ 8GB 256GB ഇൻറ്റേർണൽ സ്റ്റോറേജും ആ ഒരു വേരിയൻസിലാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ഏകദേശം അറിഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഓവറോൾ പെർഫോമൻസിൽ നമുക്ക് പറയുകയാണെങ്കിൽ മൊത്തം ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സീരീസ് അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു ഫോൺ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്യാമറ സൈഡ് ക്വാഡ് ക്യാം സെറ്റപ്പാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. 64 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും അതുപോലെ തന്നെ 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 5 മെഗാപിക്സലിൻ്റെ മാക്രോയും അതുപോലെ തന്നെ 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയൊക്കെ തന്നെ ആയിരിക്കും. നമുക്ക് സാംസങ്ങിനെ നമുക്കറിയാം, ഓൾറെഡി അറിയാം. അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ ഒരു ക്വാളിറ്റി ഒക്കെ ഒരുക്കിയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മളെ ഈ ഡെപ്ത് സെൻസറും മാക്രോ ഒക്കെ 5 MB വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട് ക്യാമറ നമുക്ക് ഡിഫൈൻ ആയിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഒരു മോഡൽ റെഡിയായി വരുന്ന ഇന്ത്യയിലൊന്നും മാർക്കറ്റിലൊന്നും അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വലിയ അറിയില്ല. അപ്പം പിന്നെ നമ്മൾ വരുന്നത് ബാറ്ററിയിലേക്കാണ്. ബാറ്ററി നമ്മൾ 4500 mAh ബാറ്ററിയാണ്. അതെന്തോ കുറഞ്ഞു പോയോ അല്ലെങ്കിൽ 7000 ഒക്കെ വരുന്ന ഒരു സീരീസൊക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു എയിലും അതുപോലെ തന്നെ പല ഇതിലും. നമ്മൾ സാംസങ് നമുക്കറിയാം 7000 7200 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്ന സീരീസ് ഉണ്ട്. പിന്നെ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ചാർജിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. അതെന്തോ കുറഞ്ഞു പോയി ബാറ്ററിൻ്റെ കാര്യം അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. എന്നാലും നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഒരു പ്രൈസിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ പ്രൈസിങ്ങും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ യൂറോപ്പിൽ ഏകദേശം നമ്മളിപ്പോൾ യൂറോപ്പിലൊരു പ്രൈസ് റേഞ്ചിങ് എന്ന് പറയുന്നത്
39,900 എന്നാണ്. അപ്പോൾ 39,990 ആ ഒരു പൈസ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് കേട്ടിട്ടുള്ളത്. നമുക്ക് ഷുവർ ആയിട്ടില്ല, പല പല റൂമേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. നമ്മളൊന്നും ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ ലോഞ്ച് ആവുന്ന ഡേറ്റോ കാര്യങ്ങളോ ഒന്നും അത്ര കിട്ടിയിട്ടില്ല. എന്തായാലും അറിയുകയാണെങ്കിൽ ഞാൻ എന്തായാലും ചാനൽ കൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ വാല്യൂ ഫോർ മണി ഒരു ഫോണാണെന്ന് സാംസങ്ങിനെ വിശ്വസിച്ച് ആളുകൾ വാങ്ങാൻ നോക്കുമ്പോൾ നമുക്കറിയാം എന്തായാലും വാങ്ങുന്നുണ്ടാവും. അല്ലെങ്കിൽ നല്ലൊരു കുഴപ്പമില്ല, നമുക്ക് മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഇതാണ്. പിന്നെ പ്രൈസിങ്ങിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ എനിക്കറിയില്ല. ഇന്ത്യയിലെ പ്രൈസിങ് വന്നാൽ മാത്രമേ നമുക്ക് ഏകദേശം പ്രൈസിങ് കാൽക്കുലേഷനൊക്കെ മനസ്സിലാവും. ഫോൺ വാല്യൂ ഫോർ മണി ആണോ എന്നൊക്കെ. 5G ഫോണാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ റേഞ്ചിലേക്ക് വരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ലോഞ്ചിങ് ഡേറ്റ് അറിയുകയാണെങ്കിൽ എന്തായാലും ചാനൽ കൂടെ ചാനലിലൂടെ ഞാൻ എന്ത് ചെയ്യാം അറിയിക്കാം. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു അടിപൊളി ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.